അമ്മമ്മേ ഒരു മുട്ട റോസ്റ്റ് ആക്കാൻ വേണ്ടിട്ട് ഒരു മുട്ടേനെ കൊണ്ട് പുഴുങ്ങിയ നാടൻ രീതിയിൽ നാടൻ രീതിയിൽ അമ്മമ്മ 2 മുട്ട എടുക്കുന്നല്ലേ? 2 മുട്ട എടുത്ത് വേവിക്കാൻ വേണ്ടിട്ട് 2 മുട്ട അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെള്ളത്തിലിട്ടിട്ട് നല്ല അടുപ്പ് നല്ലോണം കത്തുന്നുണ്ടല്ലേ? നല്ലോണം കത്തുന്നുണ്ട്. ഈ വിറക് നല്ലോണം കത്തുന്ന അമ്മമ്മ ഇന്നലെ ചോറ് വെക്കുമ്പോ നല്ലോണം കത്തീനി. അതിന് ശേഷം ഞാൻ കുറച്ചും കൂടെ രാവിലെ പോയി പൊറുക്കിക്കൊണ്ടുവന്നു. അതെ, ഇത് ഉള്ളി തക്കാളി വേണമെങ്കിൽ ഇടാം അല്ലേ? തക്കാളി ഒരു ചെറിയ കഷ്ണം ഇടാം. തക്കാളി ഒരു ചെറിയ കഷ്ണം കേട്ടോ. എന്നാ പിന്നെ അമ്മമ്മ എടുത്തോ. ഉള്ളിയും തക്കാളിയും പിന്നെ മുളകും എല്ലാം കൂടെ വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുത്തിട്ട് മുട്ട അതിലേക്ക് ഇടുക. അതെ, അങ്ങനെ തന്നെ പൊട്ടിക്കാതെ ഒരു മുതുമ മുട്ട തന്നെയല്ലേ വെക്കല്. മൊത്തമായിട്ട് വെച്ചോ. അതെ, ഇന്ന് മൊത്തം വെച്ചോ. ഇത് കഷ്ണാക്കി കറി വെച്ചിട്ടില്ല. ഇത് മുതുമ്മനില്ല മുട്ട പുഴുങ്ങിയത് നമുക്ക് തരുന്നില്ലേ, അതേപോലെ വെച്ചോ. അതുപോലെ ഒന്ന് ഇതാക്കിട്ട് വെക്കാം. സാധാരണ ഒരു നമ്മള് വീട്ടിൽ നിന്നാക്കുന്നല്ലേ, ഹോട്ടലിൽ നിന്നാക്കുമ്പോലെല്ലാം അമ്മമ്മക്ക് അറിയാം. അമ്മമാര് സാധാരണ. അതെ, എന്നാ പിന്നെ അമ്മമ്മ എടുത്തോ. അടച്ചു വെക്കട്ടെ, അടക്കണ്ടല്ലോ അവനെ മുട്ട ആവുമല്ല. അതെ, അതൊന്ന് വെന്തോളും. അമ്മമ്മ എന്നാ പിന്നെ അതിന് എടുത്തിട്ട് വാ. നമ്മളെ മുട്ട നല്ലോണം തിളക്കുന്നുണ്ട്. ഇനി അമ്മമ്മ ഉള്ളിയെല്ലാം അരിയുമ്പോൾ നമുക്ക് കാണാം. അമ്മമ്മേ മുട്ട റോസ്റ്റിൻ്റെ അരിഞ്ഞിടലേ അല്ലേ? ഒരു തക്കാളിയും ഒരു ഉള്ളി, ഒരു പച്ചപ്പറങ്കിയും അരിവേപ്പില ഇതെല്ലാം അരിഞ്ഞിട്ടിട്ട് ഒന്ന് കഴുകുക. തക്കാളി കഴുകണ്ട, തക്കാളി ഇന്ന് കഴുകൂലല്ലോ അവന്, അതിൽ ഇതായി പോകൂലേ. നമ്മുടെ മുട്ട ഇപ്പം നല്ലോണം ഇതായിട്ടുണ്ടാവും അല്ലേ? വെന്തിട്ടുണ്ടാവും. അവനെ അമ്മ അരിഞ്ഞിട്ടോ വേഗം. മുട്ട റോസ്റ്റ് അമ്മമ്മ എപ്പോ ആക്കലൊന്നുമില്ലല്ലോ അല്ലേ? ഇടക്ക് ഇങ്ങനെ ഉള്ളി മാത്രം, തക്കാളി ഒരു കഷ്ണം ഇട്ടിട്ട്. അമ്മമ്മ അധികം മുട്ട വറക്കുകയിൽ. ഇന്നാളെ അങ്ങനെ മുട്ട വറുത്തിട്ട് കാണിച്ചു കൊടുത്തിട്ടില്ല അവന്. അതെ, അന്ന് ഇളക്കിട്ടല്ലേ? അതുപോലെ അമ്മമ്മ ആക്കുക. അമ്മമ്മ ഉള്ളി അരിയാൻ നോക്കുന്നുണ്ട്. ഉള്ളി അരിയട്ടെ. നല്ല ഭാഗങ്ങളെ കൊണ്ടു ചെറുതായിട്ട് അരിയണ? ചെറുതായിട്ട് അരിയണ്ട, കുറച്ച് ഇതായിട്ട്. അതെ, അമ്മമ്മ പലക എടുത്തോണ്ട് പലക പിന്നെ മേശ ഉണ്ടായിട്ടില്ല അവനെ. ആ മേശ ചതല് കയറിയിട്ട് പോയിട്ടില്ലേ അമ്മമ്മ അങ്ങ് പോയിട്ട് വരുമ്പോഴത്തേക്ക് വെല്ലുമേരെടുത്ത് ആ മഴയത്ത് വീഴാത്തത് ഇങ്ങനെ നിക്കുന്നത് എന്തോ ഭാഗ്യം. അതെ, അവിടെ അല്ലെങ്കിലും പോണ്ടാമ്മ ഇവിടെ വീണിട്ട് അന്നേരം ചെതല് കൂന്നിട്ട് 2 പല ബാക്കിയുണ്ട്. ബാക്കിയെല്ലാം ചെതല് കൂന്നിട്ട് തീർത്തിന്. അതാണ് എന്നിട്ട് അമ്മമ്മ ഇവിടെ എടുത്തോണ്ട് വെച്ചത്. അതിങ്ങനെ ഉയരത്തിൽ വെക്കാലോ, മണ്ണിൽ വെക്കണ്ടല്ലോ. അതെ, അതുകൊണ്ട് ഇവിടെ എടുത്തോണ്ടിട്ടുണ്ട് രാവിലെ 9 രൂപയാണ് വെച്ചിട്ട്. അതെ, ഇതാകുമ്പോ ഈ പൊടികളെല്ലാം വെക്കാലോ അല്ലേ? ഇങ്ങനെ വെക്കാം. ഇത് അമ്മമ്മ ഇല്ലാന്ന് വെക്കല. അമ്മയുടെ തോർത്ത് ഇതെല്ലാം പലകെല്ലാം വൃത്തിയിൽ കൊണ്ടുവച്ചതാണ്. അവിടെ അടുപ്പ് നല്ല ചുറ്റുപാടെല്ലാം വൃത്തിയില്ലേ പോലും. നല്ല തന്നെ പോലും. പിന്നെ അങ്ങനെ എല്ലാം വൃത്തിയാക്കി ആടെല്ലാം കത്തിച്ചിനി, എല്ലാം അടിച്ചു വാരി വൃത്തിയാക്കിട്ട്. പാമ്പൊന്നും വന്ന് കൂടൂല. അത് പിന്നെ അത് ചെടിയായതുകൊണ്ട് അമ്മമ്മ കളയൂല, അത് ചെക്കിയല്ലേ. പിന്നെ ഈ മാവ് കാണുന്നില്ലേ പൂത്തിട്ട് അറിയ, അതിന്റെ പൂക്കള് വീന്നായിട്ട് ഈ സാരി കെട്ടീനി. എല്ലാം പൂക്കള് പോവും അതിന്റെ കൊലയോടെ. അതിന്റെ ചപ്പും എല്ലാം പോവും. അത് കെട്ടിയത് കൊണ്ട് അതിന് താങ്ങിയിട്ട്
വൈകുന്നേരം മിറ്റടിക്കുമ്പോൾ അതെല്ലാം കളയും അമ്മ. ആ പച്ചമുളക് അരിയട്ടവനെ. ആ അരിഞ്ഞോ? ഇതിങ്ങനെ അരിയാ വട്ടത്തിലാ? കുറച്ച് ചെറുതായിട്ട്. ചിക്കൻ മസാല എല്ലാം ചൂടണം ഇടാൻ തോന്നുന്നു. ചിക്കൻ മസാലയാ? ആ ഇടുന്നിട്ട് കിട്ടും അമ്മ. ഉള്ളി, കറിവേപ്പില, പച്ചമുളക് അരിഞ്ഞു. ഇനി തക്കാളി അരിഞ്ഞു. തക്കാളി അരിഞ്ഞോ? അത് നല്ല വെള്ളം തന്നെയാണല്ലേ? നല്ല വെള്ളം ഇപ്പൊ എടുത്തോണ്ടെന്ന്. തക്കാളി അമ്മ ആടുന്ന് കഴുകിയിട്ടല്ലേ ഇങ്ങോട്ടത്തിന്. അതെ, ആദ്യം ഇതിലൊന്നും കൂടെ കഴുകുക. അങ്ങനെ മതി. തക്കാളി ഇനി ആദ്യം കഴുകിയാൽ ഇതിന്റെ കുരുവെല്ലാം പോവൂലേ, അതുകൊണ്ട്. പിന്നെ ഈ കുരു നല്ലതാണെന്ന് പറഞ്ഞു. ആക്കുന്നത് അത് ചീനച്ചട്ടിയിൽ ചീനച്ചട്ടിയിലാക്കാം. അത് വാങ്ങി വെക്കുക. തക്കാളി അരിയുന്നുണ്ടേ. അരിഞ്ഞിട്ടെ ചെറുതായിട്ട് അരിയുന്നു. ചെറുതല്ല, ഒരു വിധം. ഇപ്പൊ നമ്മള് നേരത്തെ കറിയാക്കിയ പോലെയല്ല, ഇത് കുറച്ച് ചെറുതായിട്ട് അരിയണം. റോസ്റ്റ് ആക്കാനല്ലേ? മമ്മി അങ്ങനെ എരിഞ്ഞിട്ടെല്ലാം വെക്കട്ട്. ഇനി നമുക്ക് നല്ലതെല്ലാം വെക്കമനെ. ഇനി എന്നാ വേണ്ടത് പറഞ്ഞാല് വാങ്ങിക്കൊണ്ടുവരാ. നമുക്കൊരു സാമ്പാർ വെച്ച് കാണിക്കാം. സാമ്പാർ വെക്കാം അല്ലേ നാളെ? പിന്നെ അടുത്ത ദിവസം സാമ്പാർ വെക്കാം. നാടൻ രീതിയിൽ. വേറെ ആടെ എന്നാ ഇല്ലത് നോക്കട്ടോനെ. മോരുണ്ടെങ്കിൽ അമ്മ വാങ്ങിക്കോ. മോര് വാങ്ങാന്നാല് മോരിനെ കൊണ്ട് ഒരു ഇതാക്കാലോ. മോര് കാശിട്ട് നാടൻ രീതിയിലൊരു മോര് കാച്ചല്. അല്ലേ, തക്കാളി മുറിച്ച് കഴിഞ്ഞില്ലേ? എന്നാ പിന്നെ ആക്കി തുടങ്ങാം അല്ലേ? പാത്രത്തിലാക്കാൻ തോന്നുന്നു. ഇതില് അതിലാക്കുന്ന മറ്റേ നേരത്തെ ആ കറി വെച്ചില്ലേ? എന്നാ ഇതിൽ വെച്ചോ. പാത്രമെല്ലാം അമ്മമ്മക്ക് അതന്നെ മതി. അമ്മമ്മേന്റെ ആവശ്യത്തിനുള്ള പാത്രമെല്ലാം ഉണ്ട്. പിന്നെ ഇവിടെ ആരും നിക്കുന്നില്ല. അങ്ങനെ വെച്ചാ മതി പാത്രത്തില്. നല്ല പാത്രം എല്ലാം കരി പിടിച്ചിട്ടാന്ന് മോനെ. അതിന് ഇങ്ങനെ കാണുന്നില്ലേ? മോശം പാത്രം എന്ന് വിചാരിക്കും. ഇത് അടുപ്പിലല്ലേ എല്ലാം വെക്കുന്നത്, അതുകൊണ്ടാ കരി. പിന്നെ അങ്ങനെ എല്ലാം തേച്ച് രാവിലെ എല്ലാം തേച്ച് കഴുകിയിട്ട് വെക്കുന്നതാണ്. അതെന്നാ പിന്നെ അമ്മ ആക്കി തുടങ്ങിക്കോ. അമ്മ കത്തിയെല്ലാം കഴുകി വെക്കുമെന്ന്. അമ്മമ്മ പിന്നെ അടുപ്പിലേക്ക് പോകുമ്പോൾ കാണാം അല്ലേ? നമ്മളെ അമ്മമ്മ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് നമ്മളെ റോസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടില്ലേ തക്കാളി ഉള്ളിയെല്ലാം. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു അല്ലേ? പിന്നെ അമ്മമ്മ അത് മിക്സ് ആയിക്കോ. മഞ്ഞപ്പൊടി മുളക് പൊടി ഇട്ടിട്ട്. ചിക്കൻ മസാല ഇടുന്നുണ്ടോ? ലേശം ഇട്ടോ. കുറച്ച് മുളക് പൊടി. മസാല ഇവിടെ എടുത്തോണ്ട് വെച്ചില്ല അമ്മമ്മ? ഇല്ല, അമ്മ ഒന്ന് ഇളക്കിക്കോ. ഒന്ന് കുറച്ച് കഴിഞ്ഞിട്ട് ഇട്ടാൽ മതി. കുറച്ച് തീ കുറച്ചാ അമ്മമ്മ. അമ്മമ്മ പിന്നെ ഒന്നുകൂടി നല്ലോണം ഒന്ന് ഇളക്കിക്കോ. ഞാൻ ഇളക്കണോ?
ആ ഒഴിച്ചോ അമ്മമ്മ. മഞ്ഞപ്പൊടി വീണ്ട് ഇതായിനല്ലേ, അത് ഒഴിച്ചേ. അല്ല അത് ഒഴിച്ചോ, ഒഴിച്ചേ. മതിയാ? കുറക്കണ ഇത് ഇങ്ങോട്ട് കുറച്ച് താഴോട്ടാക്കി ചൂടെടുക്കും. അതിൻ്റെ തീൻ്റെ ചൂടും അതിൻ്റെ ചൂടും കൂടി ആയിട്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിക്കാം. അത് വേണ്ടവനെ. ആ കുറച്ചും കൂടി വെച്ചോ. ഉള്ളിലേക്ക് തന്നെ വെച്ചേക്കാന്നാ ഇത്. അമ്മമ്മേ കുറച്ച് ചിക്കൻ മസാല അല്ലേ ഇടുന്നത്? ചിക്കൻ മസാല ലേശം ഇട്ടിട്ട് വേണം, എന്നാലും ആ മുട്ട റോസ്റ്റിന് നല്ലൊരു ഇതുണ്ടാവും. ഇതാവല്ലേ. മല്ലിപ്പൊടിന്റെ പാക്കറ്റിലെ വെച്ചിനി? മല്ലിപ്പൊടിന്റെ പാക്കറ്റിൽ അമ്മമ്മ എടുത്തിട്ടതാണ്. ആ ഇതിലിട്ടെ. മല്ലിപ്പൊടി ഇല്ല. ആ ആ അത്ര മതി. എന്നാ അമ്മമ്മ ഒന്ന് ഇളക്കുവാ ആ കയ്യിലെടുത്തിട്ട്. നമ്മളെ അമ്മമ്മ നല്ലോണം ഒന്നും കൂടി ഒന്ന് ഇളക്കുന്നുണ്ട്. ഉപ്പിടട്ടവനെ. ആ ഉപ്പിട്. അമ്മമ്മ ഉപ്പിട്ടിട്ടുണ്ട് ഇതിലേക്ക്. ഉപ്പ് പാകത്തിനുണ്ടാവും. അതെ. ഇനി ഇത് വെന്ത് വരണം അല്ലേ? വേഗം പോകൂലേ ഇത്? തീ കുറക്കുന്നുണ്ടാ? ഞാൻ ഈ സൈഡിൽ നിൽക്കാം. അങ്ങോട്ട് ആ തണലത്തിരുന്ന് തീൻ്റെ ചൂടും കൂടി ആയിട്ട് നമ്മുടെ അമ്മമ്മ കുറച്ചും കൂടി തീ കുറക്കാൻ നോക്കുമെന്ന്. സാധാരണ കുറച്ച് കത്തുന്നില്ല എന്നുള്ള ഇത് വേണ്ടല്ലോ അവനെ. അതെ കത്തുന്നുണ്ട്, നല്ലോണം കത്തുന്നുണ്ട്. അമ്മ കുറച്ചുകൂടി ഉള്ളിലേക്ക് കത്തിക്കറ, പുറത്താ കത്തുന്നത്. അമ്മമ്മയെ അടച്ചു വെക്കണ? വേഗം ആവും അല്ലേ? മുട്ടയിലേക്ക് എടുത്തിടാനാ? വെള്ളം നല്ലോണം വറ്റിയിട്ടല്ലേ? കുറച്ചൊരു ഇത് വേണ്ടവനെ. ആ ഒരു വറ്റുമ്പോ അമ്മമ്മ ഒന്ന് ഇളക്കി പോയിക്കോ. അവിടെ അമ്മമ്മ ഒന്നുകൂടി ഇളക്കി നോക്കുന്നുണ്ട്. റോസ്റ്റ് നമുക്ക് ഈ പൊറോട്ടക്ക് എല്ലാം തരുന്നില്ല മോനെ, അത് എല്ലാം സാധാരണ അവരെന്തെല്ലാം ഇട്ടതായിരിക്കൂലേ. അത് അമ്മമ്മേന്റെ മുട്ട റോസ്റ്റ് എന്ന് പറയുന്നത് വേറെ നാടൻ രീതിയിലെ മുട്ട റോസ്റ്റാണ്. തക്കാളി ഉള്ളിയും പച്ചപ്പറങ്കി കരിവേപ്പില ഇട്ടിട്ട് യോജിപ്പായിട്ട് മുട്ട പൊഴിഞ്ഞത് അതിലിടുക. അതെ അങ്ങനെ അങ്ങ് ആയി അല്ലേ? ഉപ്പും കിട്ടും. ആയനാമേ ഉപ്പും മുട്ടെല്ലാം ഉണ്ട് നല്ല തന്നെ. ഉപ്പായനല്ലേ? അവിടെ കറി ഇടുന്ന അല്ല റോസ്റ്റ് ഇടുന്ന തിളക്കുന്നുണ്ട്. വറ്റി വരുമ്പോ റോസ്റ്റ് പോലെ ആവും അല്ലേ? ഈ സൈഡിൽ നിന്ന് ഭയങ്കര ചൂട്. ഞാൻ ഇപ്പുറത്തേക്ക് ഇരിക്കാം. ആവാനായി അല്ലേ? മുട്ട എടുത്ത് വെച്ചിട്ട്
ആ ഇത് വാരി വെച്ചിട്ടിടാം. മുട്ടിയിലേക്കാ തോട് കളിയുണ്ടോ മുട്ടേൻ്റെ? ആ കളഞ്ഞു. ആയ അമ്മമ്മേ വാങ്ങാൻ. അമ്മമ്മ ഒന്നുകൂടെ ഇളക്കി നോക്കറാ. ആയിനല്ലേ? കുറച്ചും കൂടി ആവട്ടെ അല്ലേ? ആ കുറച്ചും കൂടി ആയിക്കോട്ടെ. അമ്മമ്മ നല്ലോണം ഒന്നുകൂടി ഇളക്കിയിട്ട് വായിനല്ലേ അമ്മമ്മേ? അതാ വാങ്ങിക്കോ. നല്ലോണം വെള്ളം പറ്റിയില്ലേ അവനെ ഷാറ്? അതെ. എന്നാ പിന്നെ വാങ്ങിക്കോ അമ്മമ്മ അടുപ്പത്തുനിന്ന്. വരുന്നുണ്ടേ. ആ ഇതാണ് അമ്മമ്മ ഉണ്ടാക്കിയ മുട്ട റോസ്റ്റ്. മുട്ടയിലിട്ടിട്ടില്ല. അമ്മ മുട്ട അതിൻ്റെ തോട് കളയാനല്ലേ ഇതാണല്ലേ വെള്ളത്തിലിട്ടണോനെ. ആ അമ്മമ്മ നേരത്തെ പുഴുങ്ങിയെടുത്ത് വെള്ളത്തിലിട്ടിനി. പൊട്ടിച്ചിട്ട് അതിലിടണം. അതെ അമ്മ പൊട്ടിച്ചു വന്നാല് തോട് പൊട്ടിച്ചിട്ട് മുട്ടത്തോട് പൊട്ടിച്ചിട്ട് നമ്മളെ അമ്മമ്മയുടെ ഇരുന്നിട്ടാണ് തോട് വിളിക്കുന്നത് മുട്ടേൻ്റെ. മുട്ടത്തോട് പൊട്ടിച്ചിട്ട് അതിൽ പ്ലേറ്റിൽ ആക്കിയിട്ട് അതിൽ വെക്കണം. അതെ അല്ലേ? നല്ലോണം ആയിനല്ലേ? അതിന് കുറേ സമയം വെന്തില്ലേ? അതെ. ഇതെല്ലാം അമ്മ കുറച്ചിട്ട് അടിച്ചു വരും അല്ലേ? ഇടിയായില്ല ഇതെല്ലാം. അത് നായോ ഇതൊന്നും മോനെ. ഇത് മുട്ടത്തോടാ? തോടും തിന്നു അവനെ കുട്ടി. അതിലല്ലേ കുറച്ചെല്ലാം ഉണ്ടാവല്ല. അവമ്മ രാവിലെ പിന്നെ കറിയൊന്നും ഇല്ലെങ്കിലേ മുട്ട പൂങ്ങിയത് ഇങ്ങനെ കൊടുക്കും ചോറില് കലക്കിയിട്ട്. ഇത് കഴുകിയിട്ട് ഇതിലിടാം. വെള്ളത്തിൽ കഴുകിട്ടോനെ. ആ കഴുകിക്കോ. ആ എല്ലാം നമുക്ക് കഴുകണം. മുട്ട കഴുകണം എന്നൊന്നുമില്ല. എന്നാലും ആയിനല്ലേ? എന്നാ പിന്നെ അതിലേക്ക് ഇട്ടോ അമ്മമ്മ. അതെ. എന്നാ പിന്നെ അപ്പുറത്തേക്ക് എടുത്തു അമ്മമ്മ ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ടേ. എല്ലാം കൂടി യോജിപ്പാക്കണ്ട. ആ യോജിപ്പാക്ക്. അതെ യോജിപ്പായിക്കോ. മുട്ട കളർ കാണണ്ടേ? ഇങ്ങനെ നമുക്ക് ഹോട്ടലിൽ നിന്ന് തരുക. അതെ. മുട്ട അതിൻ്റെ മേലെ വെച്ചിട്ടുണ്ടാവും. ഉണ്ടാ നല്ല ആയിട്ടില്ലേ? അങ്ങനെ ഉണ്ടാവും. പിന്നെ ഒരു പാത്രം എടുത്തോ.
ആ ഈ പ്ലേറ്റ് എടുക്കാം. ആ എടുത്തോ, അല്ല ചെറുതെടുക്കണം. വേണ്ട അത് തന്നെ എടുത്തോ, അത് മതി, അത് നല്ലതല്ലേ. നല്ല കഴുകി വെച്ചതാണ്. അതെ അത് എടുത്തോ. നമ്മുടെ അമ്മമ്മ ഒരു പ്ലേറ്റ് എടുക്കാന്നാ പറയുന്നത് അതിലേക്ക് ഇടാൻ. മൊത്തം അതിലേക്ക് അമ്മമ്മ ഇട്ടേത്, മൊത്തം ഇട്ടേ. ആയില്ലേ അമ്മമ്മേ? എന്നാ പിന്നെ അപ്പുറത്തേക്ക് പോവാം അല്ലേ? എന്നാ പിന്നെ നമുക്ക് അപ്പുറത്ത് അപ്പം അമ്മമ്മ കഴിക്കുന്നത് കാണിക്കാം അല്ലേ? ആ അമ്മമ്മേ, എന്നാ പിന്നെ നമുക്ക് കഴിച്ചു നോക്കാം അല്ലേ? ഇന്നത്തെ അമ്മമ്മ ഇന്ന് ഉണ്ടാക്കിയ നാടൻ മുട്ട റോസ്റ്റ്. അതെ, ഇതിൽ ചേർത്തത് തക്കാളി ഒരു കഷ്ണം, അല്ല തക്കാളി ഒന്ന്, ഒരു ഉള്ളി, പച്ചമുളക്, കരിവേപ്പില അത്ര എടുത്തിട്ടു, പുഴുങ്ങിയ മുട്ടി ഒരു കുറച്ച് കരിവേപ്പില ഇട്ടിനല്ലേ? എന്നാ പിന്നെ അമ്മ കുറച്ച് കഴിച്ചു കാണിച്ചോ. ഇതാണ് മമ്മി ഉണ്ടാക്കിയത്, നാടൻ രീതിയിലാണ്. കാരണം പിന്നെ ഈ കളറും ഇതുപോലെ, അല്ലാണ്ട് നമ്മ കുരുമുളക് പൊടി ഒന്നും ഇട്ടിട്ടില്ല. മറ്റേ ചിക്കൻ മസാല കുറച്ചിട്ടിന്. കഴിച്ചു നോക്കാം അമ്മ. മുട്ട കഴിച്ചു നോക്കുന്നില്ല? കഴിച്ചു നോക്കാം. ആദ്യം ഇത് കഴിച്ചു നോക്ക്, തക്കാളിയിലും കഴിച്ചു നോക്ക്. മതിയില്ലേ? നല്ലതുണ്ട്. ആ നമുക്ക് ഹോട്ടലിൽ നിന്ന് തരുന്നതിനൊക്കെയാണ് രസമുണ്ട്. അതെ, എന്നാ പിന്നെ ഈ മുട്ട ഒന്ന് കഴിച്ചു നോക്കോ. കഴിച്ചോ. മുട്ട കഴിക്കുന്നുണ്ട്. എങ്ങനെയുണ്ടാവുമേ? നല്ലില്ലേ? നല്ല തന്നെയാണ്. നല്ല സാധാരണ നമുക്ക് തരും പോലെ തന്നെയുണ്ട്. അതെ അല്ലേ? അപ്പൊ ഇതും കൂട്ടിട്ട് ചോറ് കഴിക്കാം അല്ലേ? ചോറ് കഴിക്കാം. അപ്പൊ എന്നാ പിന്നെ അമ്മമ്മ പുതിയൊരു വീഡിയോയിൽ എന്തെങ്കിലും ആക്കി കാണിച്ചു തരും അല്ലേ? ഇനി പുതിയ വീഡിയോയിൽ ഇനി അമ്മമ്മക്ക് എന്നാ മനസ്സിൽ തോന്നിയത് അത് ഉണ്ടാക്കി കാണിക്കും. അതെ, അപ്പൊ എന്നാ പിന്നെ പുതിയൊരു വീഡിയോയിൽ കാണാം അല്ലേ? പുതിയൊരു വീഡിയോയിൽ അമ്മമ്മ ഇനി ഒരു ഐറ്റംസ് ആക്കിയിട്ട് കാണിക്കും. ഇന്നതെന്ന് പറയുന്നില്ല, അമ്മമ്മക്ക് എന്നാ തോന്നിയത് അത് ഉണ്ടാക്കി കാണിക്കും. എല്ലാവർക്കും ഒരു ഹായ്. അതെ.